ഇപ്പോൾ ഷറഫുദ്ദീൻ ചേട്ടനെ സംബന്ധിച്ച് എപ്പോഴും ഭയങ്കര തമാശ രീതിയിലായിട്ട് പിന്നെ ഒരു സമയത്തായപ്പോ കുറച്ച് സീരിയസ് ആയോ കഥാപാത്രങ്ങൾ? പറ്റിപ്പോയി. അതിന് കുറ്റബോധമുണ്ടോ? ശരിക്കും ഏതാ ഇഷ്ടമുള്ളത്? ഏത് ക്യാരക്ടേഴ്സ്? ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ ഞാൻ ഒരു കഥ കേട്ടു, ഞാൻ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഒരു സിനിമയിലും കാണാത്ത ഒരു ക്യാരക്ടറാണ്. അതിനെ അങ്ങനെ അപ്രോച്ച് ചെയ്യുള്ളൂ. അതല്ലാതെ ഇതിപ്പോ എനിക്കിഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല. ലൈക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ളൊരു എന്താ പറയാ അത്രമാത്രം ഒന്നും വരില്ലല്ലോ. നമുക്കുള്ള ഒരു ലിമിറ്റഡ് സ്ക്രിപ്റ്റുകളിൽ നിന്നും ഇഷ്ടപ്പെടുന്ന രസമുള്ള ഇത് ചെയ്യുക, അതാണ്. എന്നാലും നമ്മള് കുറച്ച് കാലങ്ങളൊക്കെ കാണുമ്പോ അഞ്ചാമതിലേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നല്ലോ. അപ്പോ അങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ഈ രണ്ട് ക്യാരക്ടറും തമ്മിൽ തമാശയും ഇത്തരത്തിലുള്ള സീരിയസ് ക്യാരക്ടറിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഏതാണ് കുറച്ചുകൂടി ഷറഫുദ്ദീനെ സംബന്ധിച്ച് എളുപ്പം ഏതാ? അതും എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലാത്തിനും ഒരേ എഫേർട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കോമഡി ചെയ്യുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോമഡി അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ പ്രോസസ്സിൽ നമ്മളുടെ ആ ഡേ എല്ലാം നമ്മൾ കുറച്ചും കൂടി ആ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. തമാശകൾ ചിന്തിക്കാം, നമ്മൾ സ്ക്രിപ്റ്റിലെ തമാശകൾ നമ്മൾ ആലോചിക്കും, സെറ്റിലിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതും ഹ്യൂമറുള്ള സീനുകളായിരിക്കും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയം കോമഡി ചെയ്യുമ്പോഴായിരിക്കും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇനി മറ്റേ പുള്ളീനെ കൊല്ലുന്ന പ്ലാനാണ് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഇരിക്കുന്ന ആളാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് പ്രേമം ഇറങ്ങിയപ്പോ ഉണ്ടായിരുന്ന ഷറഫുദ്ദീനും ഇപ്പൊ ദൈ മധുവിൽ എത്തി നിൽക്കുന്ന ഷറഫുദ്ദീനും മാറ്റത്തെ എങ്ങനെ നോക്കി കാണുന്നു? നന്നായിട്ട് നോക്കി കാണുന്നു. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, പ്രേമം ഇറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ കഴിഞ്ഞ സാരോട് പറഞ്ഞല്ലോ, പ്രേമം ഇറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്വയം പുതുക്കി തുടങ്ങിയോ? എങ്ങനെയാ അത് ഞാനല്ലോ പറയുന്നത്, എല്ലാവരും കണ്ടിട്ട് പറയുമ്പോ ഓക്കെ ആയിരിക്കും. പ്രേമം ഇറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രേമം എവിടെയെങ്കിലും എത്തിപ്പെടും അല്ലെങ്കിൽ പ്രേമത്തിൽ എന്റെ ക്യാരക്ടർ അത്ര റീച്ച് ആവുമെന്നൊന്നും നമ്മൾക്ക് ഒരിക്കലും അറിയില്ലല്ലോ. നമ്മൾ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ കല്യാണിയോട് പറഞ്ഞു, കല്യാണി കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ അപ്പൊ ഞാൻ പറയായിരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഞാൻ സ്കൂൾ മൂഡിലേക്ക് എത്തും എന്ന് ഞാൻ പറയായിരുന്നു. അപ്പൊ ആ ഒരു അതുപോലെയാണ് ഇപ്പോ സിനിമ ഇറങ്ങുന്ന സിറ്റുവേഷനൊക്കെ മാനേജ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.